ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യുഎസ് പിടിച്ചെടുത്ത വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാരും. അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 100ഓളം മരണമുണ്ടായെന്ന് വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇതിനിടെ വെനസ്വേലൻ എണ്ണ വിൽപ്പന അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ 3 ഇന്ത്യക്കാർ കൂടി ആ കപ്പലിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുഴുവൻ 28 ജീവനക്കാരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുശ്രീ പറഞ്ഞതുപോലെ ഏതായാലും സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള വെനസ്വേലയുടെ എണ്ണക്കപ്പൽ US പിടിച്ചെടുത്തത്. 2 ആഴ്ചയോളം ഈ കപ്പൽ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ അന്തർവാഹിനിയുടെ അകമ്പടിയിൽ പോയ റഷ്യൻ അന്തർവാഹിനിയുടെ അകമ്പടി ഈ കപ്പലുണ്ടായിരുന്നു. മറിനേര എന്ന വെനസ്വേലൻ എണ്ണക്കപ്പലാണ് US പിടിച്ചെടുത്തത്. ഈ വിഷയം ഇന്നലെ തന്നെ ഈ വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയത്. 28 ജീവനക്കാരാണ്. അതിൽ 3 ഇന്ത്യക്കാരുണ്ട്. 17 യുക്രൈൻ സ്വദേശികളാണ് ഇതിലുള്ളത്. ഒപ്പം 2 റഷ്യക്കാർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം എത്രയും പെട്ടെന്ന് തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെ കാണുന്ന അമേരിക്കയുടെ അധിനിവേശം അത് വെനസ്വേലയുടെ അതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വെനസ്വേലയുടെ എണ്ണ വിൽപ്പന അത് പൂർണ്ണമായും നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇനിയും വെനസ്വേലയുടെ എണ്ണ വിൽപ്പന നിയന്ത്രിക്കുക തങ്ങളായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം നമുക്ക് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം ട്രംപ് പറഞ്ഞു വെക്കുന്നത് വെനസ്വേല ഇനി പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രമാകും വാങ്ങുക എന്നുള്ളതാണ്. അതും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു രാജ്യത്തെ എങ്ങനെ പൂർണ്ണമായും തങ്ങളുടെ ചൊൽപ്പടിക്കാക്കാമോ അത്തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ബുധനാഴ്ച പുലർച്ചെയാണ് മാരിനേര എന്ന കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തത് എന്നുള്ളതാണ്. ഫെഡറൽ കോടതിയുടെ അനുമതിയോടെ കപ്പൽ പ്രവേശിച്ചു എന്നാണ് അമേരിക്കയുടെ ഇപ്പോഴുള്ള വിശദീകരണവും മറ്റും പുറത്തു വരുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, 2 കപ്പലുകൾ മൊത്തം അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിരുന്നു. 2ാമത്തെ കപ്പൽ പനാമയുടെ പതാകയേന്തിയ MS സോഫിയ, അത് കരീബിയൻ കടലിൽ നിന്നാണ് US കസ്റ്റഡിയിലെടുത്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനമാണ് അമേരിക്ക നടത്തുന്നത് എന്നുള്ള ആശങ്കയൊക്കെ ലോകരാജ്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്, നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വെനസ്വേലൻ ആക്രമണം അമേരിക്കയുടെ, അതിൽ 28ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൽ ഏതാണ്ട് 22ഓളം ആളുകൾ ക്യൂബൻ സൈനികരായിരുന്നു എന്നും ക്യൂബ വ്യക്തമാക്കിയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി അറിയിക്കുന്നതനുസരിച്ച് ഈ ഓപ്പറേഷനിൽ ഏതാണ്ട് 100ഓളം ആളുകൾ, സാധാരണക്കാർ ഉൾപ്പെടെ ഏതാണ്ട് 100ഓളം ആളുകളെ അമേരിക്ക കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇതുവരെ ഇത്തരത്തിൽ ഒരു വിവരം വെനസ്വേല പുറത്തുവിട്ടിരുന്നില്ല. എത്ര പൗരന്മാർ വധിക്കപ്പെട്ടു എന്ന കാര്യത്തിലൊന്നും ഒരു വിവരം പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ നിക്കോളാസ് മഡുറോയെ പുറത്താക്കിയപ്പോൾ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിക്കോളാസ് മഡുറോയുടെ കാലിന് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവിടുന്നു. ഒപ്പം മഡുറോയ്ക്ക് അറസ്റ്റിലായ ഭാര്യ സിലിയ ഫ്ലോറസിന് തലയ്ക്ക് പരിക്കേറ്റുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി ദിയോസ്ഡാഡോ ക്യാബല്ലോ ആണ് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത്. അത് വേറെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് അത്രയധികം കാഷ്വാലിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതും ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പൂർണ്ണമായും വെനസ്വേല എന്ന രാജ്യത്തെ നിയന്ത്രണത്തിലാക്കാൻ അത് ഏതു മാർഗവും സ്വീകരിക്കും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം വെനസ്വേല ഇനി മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുമെന്നുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തുന്നതും ഈ ആക്രമണം അല്ലെങ്കിൽ അധിനിവേശം തുടരും എന്നതിൻ്റെ സൂചന തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഈ പുതിയ എണ്ണ ഇടപാട് ഇനി അമേരിക്കൻ നിയന്ത്രണത്തിലായിരിക്കും പൂർണ്ണമായും എണ്ണ. അതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്ക അതിശക്തമായി തുടരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഗ്രിഡ്, ഊർജ്ജ സൗകര്യങ്ങൾ എന്നുള്ള മേഖലകളിലേക്കൊക്കെ വ്യാപാരം വർദ്ധിപ്പിക്കും എന്നും ട്രംപ് പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് UN സംഘടനകൾ ഉൾപ്പെടെ 66ഓളം രാജ്യാന്തര സഖ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഈ സഖ്യങ്ങൾ അനാവശ്യമാണെന്നും പണച്ചിലവുള്ളതാണെന്നും US താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും മറ്റുമാണ് ട്രംപിൻ്റെ നിലപാട്. അത് അത്തരത്തിലുള്ള നിരവധി സഖ്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന പശ്ചാത്തലം ചേർത്ത് വെക്കണം. അങ്ങനെ
ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UN-നുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള അനുസരണയ്ക്കും തങ്ങളില്ല എന്ന് വ്യക്തമാക്കി തന്നെയാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും മുന്നോട്ടുള്ള പോക്ക്. അനുശ്രീ, രഞ്ജിത്ത്, അതുപോലെ തന്നെ ഈ US ഉപരോധം ലംഘിച്ച് എണ്ണ വ്യാപാരം നടത്തിയിട്ടുള്ള കപ്പലാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ US-ന്റെ നടപടികൾ കൂടുതൽ കടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ കപ്പലിലുള്ളവരുടെ മോചനം അത് എത്രത്തോളം വേഗത്തിൽ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്? അതായത് 6 ജോർജിയൻ സ്വദേശികൾ, 17 യുക്രൈൻ സ്വദേശികൾ, 3 ഇന്ത്യക്കാർ, 2 റഷ്യക്കാർ, ഇങ്ങനെ 28 പേരാണ് ഈ കപ്പലിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US-ന്റെ ഉപരോധം ലംഘിച്ച് എണ്ണ വ്യാപാരം നടത്തി എന്നുള്ളതാണ് ഈ കപ്പലിനെതിരെ ഉണ്ടായിരിക്കുന്ന US ഉന്നയിക്കുന്ന ആക്ഷേപം എന്നുള്ളതാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US സൈന്യം, യൂറോപ്യൻ കമാൻഡ് 2 ആഴ്ചയിലേറെ ഈ തെരച്ചിൽ നടത്തുകയായിരുന്നു ഈ കപ്പലുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഐസ്ലൻഡ് തീരത്ത് നിന്ന് 222 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റും ചെയ്തത്. ഇതൊക്കെ അമേരിക്ക പറയുന്നത് തങ്ങൾ പൂർണ്ണമായും എണ്ണ വ്യാപാരം നടത്തുക, വെനസ്വേലയുടെ എണ്ണ വ്യാപാരം തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും, വെനസ്വേലയ്ക്ക് ഏകപക്ഷീയമായി അല്ലെങ്കിൽ അവരുടെ വ്യാപാര കാര്യങ്ങളിൽ ഇനി ഇടപെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്ര നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും എണ്ണ അത് നിയന്ത്രിക്കുക തങ്ങളായിരിക്കും. ഇപ്പോൾ വെനസ്വേലയുടെ കയ്യിൽ സ്റ്റോക്കുള്ള എണ്ണ വിൽപ്പന അടക്കം നിയന്ത്രിക്കുക തങ്ങളായിരിക്കും. തങ്ങൾ പറയുന്ന രാജ്യങ്ങൾക്ക്, തങ്ങൾ പറയുന്ന കമ്പനികൾക്ക് മാത്രമാണ് എണ്ണ നൽകാനുള്ള അനുവാദം അമേരിക്ക നൽകുക എന്നുള്ളതാണ്. അവിടുത്തെ താൽക്കാലിക പ്രസിഡന്റ് ഈ വിഷയത്തിലൊക്കെ ചില പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിശക്തമായ നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണ്. ഇനിയും അത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടായാൽ ആ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ ചുറ്റും ഹെലികോപ്റ്റർ, അമേരിക്കൻ ഹെലികോപ്റ്ററുകളും മറ്റും US കോസ്റ്റ് ഗാർഡും മറ്റും പറക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും മറ്റും ചെയ്തിരുന്നു. റഷ്യൻ TV ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ബെല്ല 1 എന്ന പേരിൽ അറിയപ്പെടുന്ന കപ്പൽ അടുത്തിടെയാണ് ഈ ബർണേര എന്ന പേര് മാറ്റിയത്. ഈ കപ്പൽ കമ്പനികളോട്, ഈ എണ്ണ കമ്പനികളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളും മറ്റും എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ. ഈ രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ എല്ലാ തരത്തിലും ഉണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ജീവനക്കാരെ മോചിപ്പിച്ചുകൊണ്ട് കപ്പൽ പൂർണ്ണമായും തങ്ങൾ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമമാകാം അമേരിക്ക നടത്തുക. അത്തരം നീക്കങ്ങളാണ്. പക്ഷേ യുക്രൈനും റഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഏത് നീക്കവും നടത്തും എന്നാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയുടെ വെനസ്വേലൻ അധിനിവേശം മറ്റ് രാജ്യങ്ങളുടെ ആശങ്ക സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ അനുശ്രീ ഉരുത്തിരിഞ്ഞു വരുന്നത്. രഞ്ജിത്ത്, ഈ എണ്ണ വ്യാപാരം അനിശ്ചിത കാലത്തേക്ക് നിർത്തലാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് US നൽകുന്നുണ്ട്. അത് എത്ര കാലത്തേക്കായിരിക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണ്? തീർച്ചയായും ഇനി മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം, അതായത് ഇത്ര പരിധി വെച്ചേക്കാണ് അമേരിക്ക വെനസ്വേലയ്ക്ക്, ഇത്ര ബാരൽ എണ്ണ മാത്രമാണ് ഇനി വിൽക്കാനുള്ള അനുമതി. അതും തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രാജ്യങ്ങൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികൾക്ക് മാത്രം എണ്ണ വിൽപ്പന. നമുക്കറിയാം ഈ ഉപരോധം കാരണം ലോകത്ത് വലിയ എണ്ണ ശേഖരമുള്ള വെനസ്വേല ഈ അമേരിക്കൻ ഉപരോധവും മറ്റും കാരണം വലിയ ദാരിദ്ര്യത്തിലേക്ക് മാറിയ പശ്ചാത്തലമുണ്ടായിരുന്നു. എണ്ണയുണ്ടായിട്ടും അത് വിൽക്കാനുള്ള പശ്ചാത്തലം നമുക്കറിയാം. അവരുടെ പ്രധാനപ്പെട്ട എണ്ണ വ്യാപാരി എന്ന് പറയുന്നത്, എണ്ണ വാങ്ങുന്നത് പ്രധാനമായും ചൈനയെ പോലെയുള്ള രാജ്യങ്ങളാണ്. ക്യൂബ എണ്ണ വാങ്ങുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് എണ്ണ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മഡൂറോ നടത്തി വരുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എണ്ണ പൂർണ്ണമായും വിൽക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലമാണ് അമേരിക്ക അവിടെ സൃഷ്ടിച്ചു വെച്ചിരുന്നത്. ഇത് അമേരിക്കയുടെ ലക്ഷ്യം നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വെനസ്വേലയുടെ വൻ എണ്ണ സമ്പത്ത് തന്നെയാണ്. ഇത് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക എന്ന ലക്ഷ്യം അമേരിക്കയുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതനുസരിച്ച് അമേരിക്ക നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായും ഇത്തരം കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഈ എണ്ണ വിൽക്കുന്ന പണം, അമേരിക്ക അനുവദിക്കുന്ന ക്വാണ്ടിറ്റി എണ്ണ വിൽക്കുന്ന പണം പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ ഉപയോഗിക്കണം എന്ന ശക്തമായ നിർദ്ദേശം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് വീണ്ടും ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അധിനിവേശം, വലിയ തോതിലുള്ള നിയന്ത്രണം വെനസ്വേലയ്ക്ക് മേൽ ഏർപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുശ്രീ, ശരി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.